എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആകാശ് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ കിടന്ന് തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മീനാക്ഷിക്ക് ആ പട വിഷമായി പോയി. കാരണം ശ്രീദേവി കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നുള്ളൂ. അപ്പൊ ശ്രീദേവിയുടെ എല്ലാവരുടെ മുന്നിലിട്ടാണ് ആകാശിനെയൊക്കെ ചീത്ത പറയുന്നത്. ഈ സമയത്ത് മീനാക്ഷി എടുത്ത് നിന്നിട്ട് ബാലൻ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ ചെയ്ത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛാ, ഞാനാണ് ആകാശിനെ നിർബന്ധിച്ച് ആകാശിനോട് പറഞ്ഞ് നമുക്ക് പുറത്തു പോയി കഴിക്കാന്നൊക്കെ. അല്ല ഇവിടെ എന്താ ഫുഡ് ഇല്ലായിരുന്നു എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ല ഇനി അത് പോരെങ്കിൽ വേറെ എന്തെങ്കിലും വേണേ പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നോ ഒക്കെ ചോദിക്കണം. അതോടെ ശ്രീദേവി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ആണെങ്കിൽ ആ പാട് ടെൻഷൻ ആയിപ്പോയി. എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെയാ ശ്രീദേവി ഇത് പറയണേ. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതുകൊണ്ടല്ല ശ്രീദേവി എടുത്തെന്ന് പറയണ. ഈ സമയം ബാലൻ പറഞ്ഞു, എന്തുകൊണ്ടാണേലും ശരി, എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കാലോ. അതിന് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കേണ്ട കാര്യമുണ്ടോ? അതിന് എന്തുമാത്രം ജോലി കിടക്കുന്നുണ്ടെന്ന് അറിയാവോ അവിടെ. എന്നിട്ടാണ് അവനിങ്ങനെ കറങ്ങി അടിച്ച് നടക്കണേ. 3-4 ദിവസം കട അടച്ചിട്ടിട്ട് പിന്നെ കട തുറന്നാണ്. അവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. ഡീലർമാരെ കാണാൻ പോണം, പണം പിരിക്കണം, അതോടൊപ്പം തന്നെ ഡെലിവറി എടുത്ത് കൊടുക്കണം, എന്തൊക്കെ പരിപാടികളുള്ളതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് എന്താണെങ്കിലും ആകാശം മീനാക്ഷിയും കൂടെ പോയി ശരിയായില്ലെന്ന് പറയണം. ബാലിനെ സപ്പോർട്ട് ചെയ്ത് ശ്രീദേവി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പതുക്കെ ശ്രീദേവിനെ തോണ്ടുവാണ്, ഒന്നും മിണ്ടണ്ടെന്നുള്ള രീതിയിൽ. കാരണം ബാലന്റെ സ്വഭാവം ആനന്ദിന് അറിയാം. തുടങ്ങിയിട്ടുണ്ടെ പിന്നെ നിർത്തത്തില്ല, ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ സമയത്ത് ഗോമതി പറഞ്ഞു, അതിനെത്ര വലിയ തെറ്റാണോ ബാലേട്ടാ, അവര് പുറത്തു പോയിച്ചൊരു ഫുഡ് കഴിച്ചെന്ന് ഓർത്തോണ്ട്. തെറ്റാണ് പോലും. ഇന്നാളെ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ പോയത്, എത്ര രൂപയാണെന്നറിയാം പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അതിനേക്കാൾ ഉപരി അവിടെ 100 കൂട്ടം ജോലി കിടപ്പുണ്ട്. എല്ലാം കൂടെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇത്തിരി കഷ്ടമായി തീരുമെന്ന് പറയണം. എനിക്ക് വേണമെങ്കിൽ ആ കടയിൽ ഇരുന്നാൽ മതി. ഈ ഡെലിവറി ഒക്കെ കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ അത്രയ്ക്ക് കച്ചവടമൊന്നും നടക്കത്തില്ല. വെറുതെ ഒരു കടയിൽ ഇരുന്നാൽ മതി. ഡെലിവറി ഒക്കെ കൊണ്ടേ കൊടുക്കുന്നതുകൊണ്ട് ആ കടയിൽ ഇത്ര കാര്യങ്ങൾ ഇതൊക്കെ നടക്കണേ. അതെന്താ ഈ കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം കോമതി പറഞ്ഞ്, പോട്ടെ ബാലേട്ടാ, അവര് കുട്ടികളല്ലേന്ന് ചോദിക്കണം. അവരിപ്പോ പുറത്തൊന്ന് പോയെന്ന ഫുഡ് കഴിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. നിനക്കിത് പറയാൻ ഗോമതി? അല്ല നീ ഇതൊക്കെ തന്നെ പറയുള്ളെന്ന് എനിക്കറിയാം. നീ എപ്പോഴും മകന്റെ സൈഡ് പിടിക്കത്തല്ലേ ഉള്ളൂ എന്നൊക്കെ ഗോമതിയോട് പറയാണ്. അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി മേലെ ഇത് ആവർത്തിച്ചുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് മീനാക്ഷിക്കാണ് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. താൻ കാരണമാണല്ലോ ആകാശ് ഈ ചീത്തയൊക്കെ കേൾക്കുന്ന ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട വിഷമായി പോയി. പിന്നീട് മീനാക്ഷി അങ്ങോട്ട് സങ്കടപ്പെട്ട് കയറി പോവാണ്. ആകാശം മുറിയിലേക്ക് കയറിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടെ പോയി കഴിയുമ്പോഴത്തേനും ഗോമതി പറഞ്ഞ്, എന്താ ബാലേട്ട ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചീത്ത പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവര് പുറത്തു പോയെന്നോർത്ത് ഫുഡ് കഴിച്ചെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഗോമതി, വെറുതെ ഇനി ആ കാര്യം പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയണ. അപ്പോഴേക്കും ആകാശം മുറിയിലേക്ക് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആകാശിനെ കണ്ട ഉടനെ ചോദിച്ചു, ഞാൻ കാരണം ആകാശ് വഴക്ക് കേട്ടല്ലേന്ന് ചോദിക്കുകയാണ്. അത് സാരമില്ല മീനു എന്ന് പറയാം, എനിക്കറിയാം ആകാശിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് അച്ഛനോട് രണ്ടോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനങ്ങ് കടിച്ചു പിടിച്ചു തന്നാ. അല്ല നമ്മൾ പുറത്തു പോയെന്നോർത്ത ഫുഡ് കഴിച്ചെന്നോർത്ത് എന്താ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ചോദിക്കാം. പുറത്തു പോയൊരു ഫുഡ് കഴിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അച്ഛന്റെ രീതി എപ്പോഴും അച്ഛൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കയറി ഇരുന്നോണം. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? പണ്ടത്തെ രീതിക്ക് പോലെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുകയും ചെയ്യുമോന്നൊക്കെ ചോദിക്കുകയാണ്. ആകാശം പറഞ്ഞു, പോട്ടെ. ഇത് കേട്ട് മീനാക്ഷി പറഞ്ഞു, ഞാൻ കാരണമാണല്ലോ എന്ന് ഓർത്തോണ്ട എനിക്ക് ഇത്ര സങ്കടം. സാരമില്ല ആകാശേ, എന്നോട് ക്ഷമിക്കാനൊക്കെ പറയാണ്. ഞാൻ ഇത്രയ്ക്ക് അച്ഛൻ ഇങ്ങനെ അറിയുമെന്നൊന്നും ഓർത്തില്ല. അല്ല അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുക. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല മീനു എന്ന് ആകാശ് പറയാ. പിന്നീട് മിത്ര മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ആര്യം വരുന്നത്. പിന്നീട് ആര്യനോട് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആര്യം പറഞ്ഞു, അതിന് അച്ഛൻ എത്രമാത്രം ദേഷ്യപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടെന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ? ആ സമയത്ത് ശ്രീദേവേച്ചിയും കൂടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ ഒന്നോട് ഉത്സാഹം കൂടിയെന്ന് പറയാണ്. എനിക്കാണ് നല്ല ദേഷ്യം വന്നു. ഈ ശ്രീദേവേച്ചിക്ക് എന്തിന്റെ കുഴപ്പ? എപ്പോ പറഞ്ഞാലും അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. മറ്റുള്ളവരെ ഒരുമാതിരി താഴ്ത്തി കിട്ടുന്ന പോലെ. പാവം മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, അച്ഛന്റെ സ്വഭാവമൊക്കെ അറിയാവുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ മിത്ര പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ പോയിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ചീത്ത പറയില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, അതിന് ഞാൻ കടയിലല്ല ജോലി ചെയ്യുന്നത്, ഞാൻ സ്വന്തമായിട്ട് ജോലിക്ക് പോകല്ലേ നിൽക്കും. ഓ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പം ആരിനെ ചീത്ത പറയാൻ അച്ഛന് പറ്റില്ലല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അതിന് പറഞ്ഞില്ലേലും വേറെ ഇഷ്ടം പോലെ കാര്യത്തിന് പറയുന്നുണ്ടല്ലോ, ചീത്തയ്ക്കൊരു കുറവില്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും മിത്ര ചിരിക്കുകയാണ്. പിന്നീട് ബാലനും ഗോമതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീദേവി വന്നിട്ട് ബാലനെ ഫുഡ് കഴിക്കുന്നില്ലെന്നൊക്കെ ചോദിക്കുകയാണ് ബാലനോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അതേ മോളെ ഇപ്പൊ തന്നെ വരാം. എന്താ ഇന്ന് മോളാണോ വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കി നിൽക്കും? അതേ അച്ഛാന്ന് പറയാണ്. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, അങ്ങനെയാണ് നല്ല ടേസ്റ്റ് കാണുമെന്ന് പറയണം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് സഹിക്കുവോ? കാരണം ഇത്രയും കാലം ഗോമതിയല്ലേ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. അന്നൊന്നും ബാലൻ ഇങ്ങനെ ഒരു നല്ല വാക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേങ്കില് ശ്രീദേവി അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാ, അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയണു. ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഗോമതി ബാലനെ ഇങ്ങനെ നോക്കി. പിന്നീട് ബാലൻ ഫുഡ് കഴിക്കാനായിട്ട് വരുവാണ്. ഈ സമയത്ത് മിത്ര മീനാക്ഷിയും കൂടെ അടുക്കളയിലേക്ക് ഇന്ന് എടുത്തു വെക്കാനായിട്ട് കൂടുവാണ്. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങൾ ടേബിളിൽ പോയി ഇരുന്നോളം പറയണം. അതെന്താ, ഞാൻ തന്നെയല്ലേ എടുത്തോണ്ട് വെച്ചാളാന്ന് പറയണം. അപ്പോഴേക്കും ഗോമതിയും കൂടെ എങ്ങോട്ടേക്ക് വന്നു. ഗോമതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, അമ്മ പോയിരുന്നു, ഞാനെല്ലാം കൊണ്ടേ വെച്ചോളാന്ന് പറയാം. ഞാൻ ഉണ്ടാക്കിയതല്ലേ, അപ്പൊ ഞാൻ കൊണ്ടേ വെച്ചോളാന്ന് പറയാം. അത് വേണ്ട മോളെ, ഞാനും കൂടെ സഹായിക്കാന്ന് പറയണം. വേണ്ടമ്മേ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എനിക്ക് കൊണ്ടേ വെക്കാവുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് വെക്കുവാണ്. ഈ സമയം മീനാക്ഷിയും മിത്രം പരസ്പരം നോക്കി. മിത്ര പറഞ്ഞു, അല്ല ശ്രീദേവി എടുത്ത് എന്തിനാ 10 പ്രാവശ്യം പോകുന്നേ? എല്ലാരും കൂടെ കൂടുവാണെങ്കിൽ 2 തവണയായിട്ട് അതും കൊണ്ട് കൊണ്ടുവന്ന് വെച്ചാൽ തീരാവുന്നല്ലേ ഉള്ളെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഉള്ളെന്ന് പറയണം. പിന്നീട് ഗോമതിയോട് പറഞ്ഞു, അമ്മ ഇരിക്കണില്ലേന്ന് ചോദിക്കും. വേണ്ട മോളെ, ഞാൻ പിന്നെ ഇരുന്നോളാന്ന് പറയാം. വേണ്ട, അമ്മയും കൂടി ഇരിക്കുക, ഞാൻ വിളമ്പി തരാന്ന് പറയണം. വേണ്ട, നീ ഇരുന്നോ, ഞാൻ വിളമ്പിക്കോളാന്ന് പറയണം. വേണ്ടമ്മേ, ഞാൻ വിളമ്പി കൊടുക്കാം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അതെ, നിനക്കറിയത്തില്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന്, എനിക്കല്ല അറിയത്തുള്ളൂ ആരെന്തൊക്കെ കഴിക്കും കഴിക്കില്ലെന്നൊക്കെ. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, അതെ, ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ട് വിളമ്പിക്കോളാന്ന് പറയണം. ആ സമയം ബാലൻ പറഞ്ഞു, മോളിരിക്കുക എന്ന് പറയണം. പിന്നീട് ശ്രീദേവി വന്ന് ആനന്ദിന്റെ അരി ഇരിക്കുവാണ്. അതിനുശേഷം ബാലന് ഫുഡ് വിളമ്പി. ഫുഡ് ഇച്ചിരി ടേസ്റ്റ് നോക്കിയിട്ട് ബാലൻ പറഞ്ഞു, ആഹാ എന്താ ടേസ്റ്റ് എന്ന് പറയണം. കോമതിയുടെ മുഖം കടന്നിൽ കുത്തിയ പോലെ ആയിപ്പോയി. പിന്നീട് ശ്രീദേവിയുടെ കുറച്ച് കറിയും കൂടി ഇടും മോളെ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും കോമതി പെട്ടെന്ന് കറി എടുത്ത് കൊടുത്തു. ഈ സമയം പറമ്പനെടുത്ത് ടേസ്റ്റ് നോക്കി. സാധാരണ രുചി പോലെ രുചിയുള്ളൂ. മീനാക്ഷിയും മിത്രയൊക്കെ അങ്ങനെ നോക്കി. കാരണം ഈ പറയുന്ന ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ പോലത്തെ ചോറും കറികളും അല്ലെങ്കിൽ ഇടിയപ്പം കറികളും അങ്ങനെയൊക്കെ ഉള്ളൂ. അതിൽ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ബാലൻ എന്തിനാ ഇത്രമാത്രം പോഴ്ത്തുന്നത് മാത്രം ഗോമതിക്കോ മീനാക്ഷിക്കോ മിത്രയ്ക്കോ ആർക്കും ഒന്നും മനസ്സിലായില്ല. പിന്നീട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ബാലൻ പറഞ്ഞു, കുട്ടികളാണെങ്കിൽ ഇങ്ങനെ വേണം, പെൺകുട്ടികളാണെങ്കിൽ എല്ലാ ജോലികളും അടുക്കള ചെയ്ത് പഠിക്കണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ശ്രീദേവ് വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, അടുക്കളയിലെ എല്ലാ ജോലികളും അറിയാം, ഫുഡൊക്കെ ഉണ്ടാക്കുന്ന എന്നെ ടേസ്റ്റാന്ന് പറയണം. ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അതിന് അത്രമാത്രം ടേസ്റ്റ് ഒന്നും ഇല്ല, സാധാരണഗതിയിൽ അമ്മ ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് ഉള്ളെന്ന് പറയാണ്. ഇത് കേട്ടത് ശ്രീദേവിയുടെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത്രയും പേർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഈ 8-10 പേർക്ക് തനിച്ചുണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാം. മിത്ര പറഞ്ഞു, അതിനിപ്പോ എന്താ വെച്ചാ ഉണ്ടാക്കുന്ന എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കുകയാണ്. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ഉണ്ടാക്കുന്ന വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണ. വീട്ടിലിരിക്കുവാണെങ്കിൽ അവരവർക്ക് തന്നെ ചെയ്യാനുള്ള കാര്യമുള്ളെന്ന് പറയണ. ഇത് കേട്ടപ്പം ബാലന് പറഞ്ഞു, ആഹാ അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ തന്നെ ഒന്ന് ഫുഡ് ഉണ്ടാക്കി നോക്കാൻ പറയണം. ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, ഇതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല, ഇത്രയും കാലം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നല്ലേ, ഇത്ര ആൾക്കാർക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നല്ലേ, പിന്നെ ഇപ്പൊ എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ബാലൻ പറഞ്ഞു, മീനാക്ഷിക്ക് ചെറിയ അസൂയൊക്കെ ഉണ്ട് ശ്രീദേവിയോട് അല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ മീനാക്ഷി ഞെട്ടിപ്പോയി. അല്ലച്ചാ, ഞാൻ എന്തിനാ മീനാക്ഷിയുടെ ശ്രീദേവിയുടെ അസൂയപ്പെടുന്നതെന്ന് ചോദിക്കണം. അത് പിന്നെ ഇത്രയും പേർക്ക് തനിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ അസൂയും കാര്യങ്ങളൊന്നും ഇല്ലച്ചാ, ഞാൻ എന്തിനാ അങ്ങനെ അസൂയപ്പെടണം? കാരണം ശ്രീദേവി എടുത്തേക്ക് അറിയാവുന്നതുകൊണ്ട് ശ്രീദേവി എടുത്തി ഉണ്ടാക്കുന്നു. അതിനകത്ത് ഇപ്പം നമ്മളൊന്നും പറഞ്ഞിട്ട് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, നമുക്കറിയാവുന്ന പോലെ നമ്മൾ ചെയ്യുന്നു, അത്രയും മാത്രമേ ഉള്ളെന്ന് പറയണം. ഇത് കേട്ടതും കോമതി, അത് ശരിയാ മീനാക്ഷി പറഞ്ഞെന്ന് പറയാം, അവനവർക്കുള്ള അറിയാവുന്ന പോലെ എല്ലാം ഉണ്ടാക്കാണ്ട് സാധിക്കുള്ളൂ. പിന്നെ ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കുമല്ലേ ചെയ്യുന്നേ. പിന്നെ മീനാക്ഷി ആണെങ്കിലും വീട്ടിലെ അടുക്കള ജോലികളൊന്നും ചെയ്യാറുന്നല്ലേ, പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എല്ലാത്തിനും എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട്. മീനാക്ഷി അതെ, മിത്രവും അതെ, ഞങ്ങൾ 3 പേരും കൂടെ കൂടിയിട്ട് ഇവിടുത്തെ അടുക്കള ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, നിങ്ങൾ 3 പേരും ചെയ്യുന്ന ജോലിയല്ലേ ശ്രീദേവി മോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ശ്രീദേവി ഒന്ന് പൊങ്ങി. ശ്രീദേവി വലിയ ജാടയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. കോമതിക്ക് അതും കൂടെ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞ്. ബാക്കി എല്ലാവരും കൂടെ താത്തി കെട്ടിയിട്ട് ശ്രീദേവിന് മാത്രം അങ്ങോട്ട് പൊക്കി പറയണേ. പിന്നീട് ഫുഡ് കഴിച്ചോണ്ട സമയത്ത് ബാലനെ വിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീദേവി ചാടി ഇരുന്നിട്ട് അച്ഛാ വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെപ്രാളപ്പെടുവാണ്. ഈ വെപ്രാളം കണ്ടപ്പോൾ മീനാക്ഷിയും മിത്രം പരസ്പരം നോക്കുക. പെട്ടെന്ന് ഗോമതി, നീ അവിടെ ഇരുന്നോ, ഞാൻ വെള്ളമൊക്കെ എടുത്ത് കൊടുത്തോളാന്ന് പറയണ. അങ്ങനെ ഗോമതി വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇവള് വന്നതിന് ശേഷം ഇപ്പൊ ബാലേണ്ണൻ എന്ത് പറഞ്ഞാലും അവളെ പൊഴുത്തി പറയുന്ന സമയമുള്ളൂ. ചായ കൊടുത്താലും ശ്രീദേവി ഉണ്ടാക്കുന്ന ചായ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞ് കുടിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കിയാലും എല്ലാ കാര്യത്തിനും അതെ. ഇങ്ങനെ പോവാണെങ്കിൽ തനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനം കിട്ടത്തില്ലെന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ഗോമതി അടുക്കളയിലേക്ക് എന്നും പാത്രം എല്ലാം കഴുകി വെച്ചിരുന്ന എല്ലാം എടുത്ത് അടുക്കി പെറുക്കി വെക്കുവാണ്. ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് പാത്രമൊക്കെ ഇട്ട് 2 കുത്തൊക്കെ അങ്ങോട്ട് കൊടുക്കുവാണ്. അപ്പോഴേക്കാണ് മിത്ര അങ്ങോട്ടേക്ക് വന്നേ. മിത്രയ്ക്ക് മനസ്സിലായി ഈ കട്ടക്കലിപ്പൊക്കെ കണ്ടപ്പോ കാര്യം എന്താന്നുള്ള കാര്യം.
അങ്ങോട്ടേക്ക് വന്ന് മീനാക്ഷിനെ നോക്കി മിത്ര ചിരിക്കുവാണ്. മീനാക്ഷി എന്താന്ന് കണ്ണുകൊണ്ട് കാണിക്കുക. അപ്പം മിത്ര പറഞ്ഞ ആ കാര്യം ശ്രീദേവേച്ചാന്ന് പറയാണ്. ഇത് കേട്ടതും മീനാക്ഷി ചിരിച്ചു. പിന്നെ മീനാക്ഷി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ലമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റാനായിട്ട്? ഇത്രയും കാലം ഈ അടുക്കള കിടന്ന് ഞാൻ പണി ചെയ്തോണ്ടിരുന്ന എത്ര വർഷമായെന്നറിയാവോ? ഇന്ന് വരെ നല്ലൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് ബാലേട്ടൻ നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. കഴിച്ചിട്ട് ഏറ്റു പോകുന്നല്ലാതെ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നതിന് ഒരു കൂലി പോലും കിട്ടാറുമില്ല. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ഇന്നലെ വന്ന പെണ്ണിന്റെ മുന്നിൽ എന്നെ താഴ്ത്തി കിട്ടുന്നേ. അപ്പൊ ഇത്രയും കാലം ഞാൻ ഉണ്ടായിക്കൊണ്ട് കൊടുത്തു തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഉണ്ടായിക്കൊടുന്ന കറിക്കും ചോറിനും ഒന്നും ടേസ്റ്റ് ഇല്ലായിരുന്നോ? ഇന്നലെ വന്ന് അവൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റ്. അപ്പൊ ഞാൻ വെറുതെക്കാരിയായിപ്പല്ലേന്ന് ചോദിക്കണം. മിത്ര പറഞ്ഞു, എന്ത് ചെയ്യാനാ അമ്മേ, പുതിയ പെണ്ണൊക്കെ വരുമ്പോ ഇങ്ങനെയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് സങ്കടം വന്നു. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, നമുക്കൊന്നും ഒരു വിലയില്ലാതായി പോയെന്ന് പറയണം. ഗോമതി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനെ. ബാലേട്ടൻ കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ 40 ഗോമതി ഇതെന്നും പറഞ്ഞ് വിളിക്കുന്ന ഗോമതി ചായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഗോമതിക്ക് ഒരു വിലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി കടന്ന് പരിഭവപ്പെടുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കും മിത്രയ്ക്കും ചിരിയാ വന്നേ. കാരണം ഗോമതിയുടെ മനസ്സിലെ വിഷമം എന്താണെന്ന് അവർക്കും മനസ്സിലായി. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.